Hi my dear friends, Jitesh Mashana. My heartiest welcome to all of you for physics online classes. So let us start. നമ്മുടെ ആദ്യ ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്ന് തുടങ്ങാം. മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും ശ്രദ്ധയോടെ വീഡിയോ കേൾക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണെങ്കിൽ എന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, ഇതിന്റെ പേഴ്സണൽ നമ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചോ നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാം. അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് us start. നിങ്ങൾ ആരെങ്കിലും കുളിക്കുന്നതിനിടയിൽ ബാത്ടബിൽ നിന്നും അർദ്ധനഗ്നായി ഇറങ്ങി ഓടിയ യുറേക്ക എന്ന് വിളിച്ച് ഇറങ്ങി ഓടിയ ഒരു സയന്റിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇറ്റലിയിൽ BC 200-കളിൽ ജീവിച്ചിരുന്ന ആർക്കിമിഡീസ് എന്ന് പറയുന്ന ഒരു മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു ഈ പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ രാജാവ് ഹേറോ രാജാവ് ഒരു കിരീടം പണിയെടുപ്പിക്കുകയുണ്ടായി. ഒരു മനോഹരമായ കിരീടം ഒരു ഗോൾഡ് സ്മിത്ത്, ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് പണി കഴിപ്പിച്ചു. ഈ സ്വർണ്ണപ്പണിക്കാരൻ വളരെ വിദഗ്ധനായ പണിക്കാരന്റെ ജോലിക്കാരനായിരുന്നു. അദ്ദേഹം മനോഹരമായ ഒരു കിരീടം, സ്വർണ്ണ കിരീടം രാജാവിന് നൽകുകയുണ്ടായി. പക്ഷെ രാജാവിന് ഇത് കിട്ടിയപ്പോൾ ഒരു സംശയം, ഇത് പൂർണ്ണമായ സ്വർണമാണോ, നല്ല ഗോൾഡ് ആണോ എന്നുള്ളൊരു സംശയമാണ്. ശുദ്ധമായ ലോഹമാണോ, ശുദ്ധമായ ഗോൾഡ് ആണോ എന്ന് സംശയം, ഇതിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് രാജാവിന് സംശയം തോന്നാനിടയായി. പക്ഷെ കിരീടം നശിപ്പിക്കാതെ ഇതിലെ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? കിരീടം നശിപ്പിക്കുന്നത് അത് സമാനമായി നൽകിയ ആ ഗോൾഡ് സ്മിത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടെയാണ്, അല്ലെ? അദ്ദേഹത്തിന് അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ കിരീടം നശിക്കാതെ ഇതിൽ ഇംപ്യൂരിറ്റീസ്, മായം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയും. ഇതിനു വേണ്ടി അദ്ദേഹം ഇത് ആർക്കിമിഡീസിനെ ഈ ജോലി ഏൽപ്പിച്ചു. ഇതിൽ മായം കലർന്നിട്ടുണ്ടോ? രാജാവിന്റെ ആജ്ഞയാണ്, കണ്ടെത്താതെ നിവൃത്തിയില്ല. ആർക്കിമിഡീസ് പെട്ടുപോയി. അദ്ദേഹത്തിന് അന്ന് മുതൽ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഇതായിരുന്നു ചിന്ത, എങ്ങനെ കിരീടം നശിപ്പിക്കാതെ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം, ഉണ്ടോ ഇല്ലേ. എപ്പോഴും ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ബാത്ടബിൽ കുളിക്കാൻ ആർക്കിമിഡീസ് അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് കുറെ ജലം പുറത്തേക്ക് ഒഴുകുന്നു. നിറഞ്ഞു നിൽക്കുന്ന ബാത്ടബില് അദ്ദേഹം അതിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് കുറെ ജലം പുറത്തേക്ക് ഒഴുകുന്നത് കാണും. ഇത് കണ്ടപ്പോൾ ആർക്കിമിഡീസിന്റെ തലയിൽ പെട്ടെന്ന് വെളുപ്പ് കത്തുന്നു. അദ്ദേഹം അവിടെ നിന്നും യുറേക്ക എന്ന് വിളിച്ച് അർദ്ധനഗ്നനായി ഓടി എന്നാണ്, കൊട്ടാരത്തിലേക്ക് ഓടി എന്നാണ് കഥ. ഓക്കെ, എനിവേ അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെടുത്തി പല കണ്ടെത്തലുകളും കണ്ടെത്തുകയുണ്ടായി. ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്ന ഒരു തത്വം തന്നെ വളരെ പ്രധാനപ്പെട്ട, ഫിസിക്സിലെയും കണക്കിലെയും മാത്തമാറ്റിക്സിലെയും ഒരുപാട് കണ്ടെത്തലുകൾ ആർക്കിമിഡീസിന്റെ കയ്യിലുണ്ട്. ഏതായാലും അദ്ദേഹം ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ബാത്ടബിൽ നിന്ന് ഓടിയതിന് കാരണം ഈ കിരീടത്തിന്റെ വ്യാപ്തം കണ്ടെത്താൻ വേണ്ടി, നശിപ്പിക്കാതെ, കിരീടം നശിപ്പിക്കാതെ അതിന്റെ വ്യാപ്തം കാണാൻ കഴിയുമെങ്കിൽ, വോളിയം കാണാൻ കഴിയുമെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആർക്കിമിഡീസ് നടത്തി. എന്നാൽ അതിന്റെ വോളിയം, വ്യാപ്തം കാണാനുള്ള മാർഗമായിരുന്നു അദ്ദേഹം തേടി നടന്നത്. ഈ ബാത്ടബിൽ അദ്ദേഹം കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് ഒഴുകിയ അല്ലെങ്കിൽ ആദേശം ചെയ്ത ജലത്തിന്റെ അളവ് അദ്ദേഹത്തിന്റെ വോളിയത്തിന്, അദ്ദേഹത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കുകയുണ്ടായി. ഇതിൽ നിന്നും ഈ സ്വർണ്ണ കിരീടത്തിന്റെ വ്യാപ്തം കണ്ടെത്താമെന്നും അതിലൂടെ അതിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അത് മനസ്സിലാക്കിയതിന്റെ ത്രില്ലിലായിരുന്നു അദ്ദേഹം ഓടിയത്. ഇതിന്റെ പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നും പാലിന്റെ ശുദ്ധി അളക്കുന്നതിന് ഒരു ലാക്ടോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ. ഞങ്ങളുടെ സൊസൈറ്റിയുമായിട്ട് പാല് സൊസൈറ്റിയിൽ കൊടുക്കുന്നവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ പാലിന്റെ ശുദ്ധത അളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലാക്ടോമീറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ഉപകരണം, അതിലൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് ഇത് തന്നെയാണ്. അദ്ദേഹം കണ്ടെത്തിയ ഈ മാർഗം തന്നെയാണ്. ഓക്കെ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്ര തത്വങ്ങൾ എന്തൊക്കെയാണ്? അത്തരം കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സംഭവം, കുളിക്കുന്ന ശീലം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. കുളിക്കുന്ന ശീലം ഉണ്ടായിരിക്കുമെന്ന് അറിയാം. എന്നാൽ കുളത്തിൽ കുളിക്കുന്ന ശീലമുള്ള ആരെങ്കിലും ഉണ്ടോ? തൊട്ടടുത്ത് കുളമോ വീട്ടിലോ അല്ലെങ്കിൽ പരിസരങ്ങളിലോ കുളമുണ്ടെങ്കിൽ കുളത്തിൽ നീന്തി കുളിക്കുന്നവർക്കറിയാം. കുളത്തിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ, മുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം കുളത്തിന്റെ അടിയിൽ നിൽപ്പുറക്കില്ല, നമ്മൾ അറിയാതെ പൊങ്ങി വരും. നമ്മുടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടും.
നമുക്ക് സാധാരണ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാരം ശരീരത്തിൽ ഉണ്ടാകും. നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ, ഒഴുകി നിൽക്കുന്ന പോലെ അത് പൊങ്ങി പൊങ്ങി നിൽക്കും. കുളത്തിൽ കുളിക്കുന്നവർക്കറിയാം. അതുപോലെ കുളത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എടുത്തു പൊക്കുകയാണെങ്കിൽ, കുറച്ച് ഭാരമുള്ള കല്ലോ മറ്റു വസ്തുക്കളോ എടുത്തു പൊക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ ഉപരിതലം വരെ ആ ഭാരം നമുക്ക് സുഗമമായിട്ട് പൊക്കാൻ സാധിക്കും. എന്നാൽ ഉപരിതലത്തിന് മുകളിലേക്ക് പൊക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ ഭാരം നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന വസ്തുക്കൾക്ക് അല്പം ഭാരക്കുറവ്, അല്പമല്ല കാര്യമായ ഭാരക്കുറവുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് തന്നെ നമുക്ക് നിത്യജീവിതത്തിൽ മറ്റൊരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം. കിണറിൽ നിന്ന് വെള്ളം മുക്കുന്നവര്, കിണറിൽ നിന്ന് വെള്ളം മുക്കുന്ന ശീലമുണ്ടെങ്കിൽ, ഇപ്പോ മോട്ടറൊക്കെ ആയതുകൊണ്ട് പലർക്കും അത് അനുഭവം ഉണ്ടോന്നല്ല, ഇല്ലെങ്കിൽ കിണർ ഒരുവിധം വീട്ടിലെല്ലാവരുടെ വീട്ടിലും കിണറുണ്ടായിരിക്കും. കിണറിലെ ബക്കറ്റ് വെള്ളത്തിൽ മുക്കുക, വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തുക, എന്നിട്ട് വെള്ളം മുക്കി നോക്കുക. വെള്ളം മുക്കുമ്പോൾ വെള്ളത്തിന്റെ ഉപരിതലം വരെ ബക്കറ്റ് പൊങ്ങുമ്പോൾ നമുക്ക് വലിയ ഭാരം അനുഭവപ്പെടില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് മുക്കിയെടുക്കാം. പക്ഷെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് പൊങ്ങുന്നതോടുകൂടി ബക്കറ്റിന്റെ മുഴുവൻ ഭാരം നമുക്ക് അനുഭവപ്പെടും, നമുക്ക് വെള്ളം മുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആണല്ലോ. ഇതുപോലെ ഒരു ബോട്ടിൽ, പെപ്സി, കൊക്കോകോള ബോട്ടിൽ ഉണ്ടല്ലോ, അതിന്റെ ഒഴിഞ്ഞ ബോട്ടില് അതിന്റെ ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് ആക്കുക. അടപ്പ് അടച്ചതിന് ശേഷം ആ ബോട്ടിൽ നമ്മൾ വെള്ളത്തിൽ മുക്കാൻ ശ്രമിക്കുക, അല്ലെ? മുക്കണമെങ്കിൽ, വെള്ളത്തിന് താഴ്ത്തണമെങ്കിൽ നമ്മൾ അതിലൊരു ബലം കൊടുക്കണം. നമ്മൾ പിടിച്ച് താഴ്ത്തുക തന്നെ വേണം ആണല്ലോ. അപ്പോ ആ ബോട്ടിൽ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചൊരു പ്രഷർ തരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് നമ്മൾ ആ കൈ എടുക്കുന്നതോടുകൂടി ആ ബോട്ടിൽ മുകളിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന വസ്തുവിന് മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇത് വെള്ളത്തിൽ മാത്രമല്ല, വായുവിലും സംഭവിക്കുന്നതാണ്. വെള്ളം എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയാണ്. നമ്മുടെ അന്തരീക്ഷ വായു എന്ന് പറയുന്നത് വാതകാവസ്ഥയാണ്, അല്ലെ? ലിക്വിഡ് സ്റ്റേറ്റും ഗ്യാസ് സ്റ്റേറ്റും. ഓക്കെ, ലിക്വിഡ് സ്റ്റേറ്റും ഗ്യാസ് സ്റ്റേറ്റും, ദ്രാവകാവസ്ഥയും വാതകാവസ്ഥയും. ഈ രണ്ട് അവസ്ഥയിലുമുള്ള വസ്തുക്കളെ മൊത്തത്തിൽ നമ്മൾ ദ്രവങ്ങൾ എന്നാണ് പറയുക മലയാളത്തിൽ. എന്താ പറയാ? ദ്രവങ്ങൾ. ഇംഗ്ലീഷിൽ അതിനെ ഫ്ലൂയിഡ് എന്നാണ് പറയുക. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് എന്ന അർത്ഥമില്ല. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് ഗ്യാസ്, ലിക്വിഡും ഗ്യാസും ഉണ്ടെങ്കിലുള്ള മൊത്തത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നതാണ് എന്ത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ്രവങ്ങൾ. ദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങളും വാതകങ്ങളും ചേർന്നതിനെ മൊത്തമായിട്ട് പറയുന്നതാണ് ദ്രവങ്ങൾ അഥവാ ഫ്ലൂയിഡ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ദ്രവങ്ങളിലെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. പക്ഷെ വാതകങ്ങളിലുള്ളത് നമുക്ക് പ്രത്യേകിച്ച് നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ട്. ദ്രാവകങ്ങളിൽ, ജലത്തിലാണ് നമുക്കത് നിത്യജീവിതത്തിൽ അനുഭവപ്പെട്ടു വരുന്നത് മാത്രം, നമ്മൾ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രം. ഓക്കെ, എനിവേ, നമ്മുടെ ആദ്യ ചാപ്റ്റർ ഇത്തരം ദ്രാവകങ്ങളും വാതകങ്ങളുമായ ദ്രവങ്ങൾ എന്ന് പൊതുവിൽ വിളിക്കുന്ന ഈ ദ്രവങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം പല ബലങ്ങളുമുണ്ട്. ആ ബലങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മുടെ ആദ്യ ചാപ്റ്റർ. ഓക്കെ, എന്താണ് നമ്മുടെ ചാപ്റ്റർ? നമ്മുടെ ആദ്യ ചാപ്റ്റർ ദ്രവബലങ്ങൾ എന്നാണ് അതിന്റെ പേര്. എന്താണ്? ദ്രവബലങ്ങൾ. ദ്രവബലങ്ങൾ അഥവാ ഇംഗ്ലീഷിൽ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയും. ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ് അഥവാ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്. ഓക്കെ, രണ്ടായിരം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്. ദ്രവങ്ങളിൽ മുങ്ങി നിൽക്കുന്ന വസ്തുക്കൾക്ക് ഒരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. There is a weight loss. ഓക്കെ, ഒരു വെയിറ്റ് ലോസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത്? വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒരു കല്ല് ഉയർത്തുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. വെള്ളം കോരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കുളത്തിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? ഇങ്ങനെ ഒരു ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ ഭാരക്കുറവ് അനുഭവപ്പെടുന്നത്? വെയിറ്റ് ലോസ് എങ്ങനെ ഉണ്ടാവും? ഇതിന് കാരണം ഈ ദ്രവം ഇതിൽ മുങ്ങി നിൽക്കുന്ന വസ്തുക്കളിൽ മുകളിലേക്ക് ഒരു ഭാരം പ്രയോഗിക്കും. ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് അതിന്റെ താഴേക്കുള്ള ബലമാണ്. ഭൂമിയുടെ ആകർഷണ ബലമാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് എർത്ത്. അതാണ് ഈ ഒബ്ജക്റ്റിന്റെ ഇവിടത്തെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് താഴേക്കാണ്, ഇതിന്റെ വെയിറ്റ് താഴേക്കാണ്.
ഇത് ഒരു ദ്രവത്തിൽ മുങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ, വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങി നിൽക്കാൻ ചില സമയത്ത് ഭാഗികമായിരിക്കാം. ഓക്കെ, ഏതാണെങ്കിലും വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ഇതിന്റെ ഭാരം താഴേക്കാണ്, ശരിയായ ഇതിന്റെ ഭാരം താഴേക്കാണ്. എന്നാൽ ഈ ദ്രാവകം ഈ വസ്തുവിൽ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഭാരം അല്പം കുറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ദ്രാവകത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മുങ്ങി നിൽക്കുന്ന ഒരു വസ്തുവിൽ അതിന്റെ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ബലമുണ്ട് എന്ന് മനസ്സിലായി. ഈ ബലമാണ് ഇതിന്റെ ഭാരക്കുറവിന് കാരണം എന്ന് മനസ്സിലായി ആണല്ലോ. ഈ ബലത്തിനെ നമ്മൾ പ്ലവക്ഷമ ബലം അഥവാ ബുയൻസി എന്നാണ് പറയുക. എന്താണ് പ്ലവക്ഷമ ബലം അഥവാ ബുയൻസി. ഓക്കെ, നോക്കൂ, പ്ലവക്ഷമ ബലം അഥവാ ബുയൻസി പറഞ്ഞു കഴിഞ്ഞു. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദ്രാവകത്തിൽ ദ്രാവകം എന്ന് പറയരുത്, എന്ത് പറയണം? ദ്രവം. ഞാൻ പറഞ്ഞു ദ്രവം എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങളും വാതകങ്ങളും ചേർന്ന് വരുന്നതാണ്. ഓക്കെ, ഇത് ദ്രാവകങ്ങളിൽ മാത്രമല്ല വാതകങ്ങളിലും ഇത് അനുഭവപ്പെടും. ഓക്കെ, അപ്പോ ഒരു ദ്രവത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങി നിൽക്കുന്ന ഒരു വസ്തുവിൽ അതിന്റെ മുകളിലേക്ക് പ്രയോഗിക്കപ്പെടുന്ന ഒരു ബലമാണ് പ്ലവക്ഷമ ബലം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ വാട്ട് ഈസ് buoyancy? When a body immersed completely or partially in a fluid, the fluid exerts a force in upward direction. This force is called buoyancy. Clear അല്ലേ? ഓക്കെ, ഈ പ്ലവക്ഷമ ബലം അഥവാ ബുയൻസിയാണ് വസ്തുക്കളുടെ ഒബ്ജക്ട്സിന്റെ വെയിറ്റ് ലോസിന് കാരണം, ഭാരക്കുറവിന് കാരണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്ലവക്ഷമ ബലം അഥവാ ബുയൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നിങ്ങള് സ്പ്രിംഗ് ത്രാസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മള് ഭാരം അളക്കാൻ നമ്മളിപ്പോ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ബാലൻസ് ഉണ്ട്, അത് കോമൺ ബാലൻസ് ആണ്. അതല്ലാതെ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൂടെ ഒക്കെ കച്ചവടം ചെയ്തു വരുന്ന ആളുകളുടെ കയ്യിൽ സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിൽ വെയിറ്റ് നോക്കുന്നത് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടായിരിക്കും, അതുപോലൊരു സാധനം. ഓക്കെ, ഇതാണ് സ്പ്രിംഗ് ബാലൻസ്, ചിത്രത്തിൽ കാണുന്ന സ്പ്രിംഗ് ബാലൻസ്. ഓക്കെ, ഈ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് നമ്മൾ ഒരു വസ്തുവിന്റെ, ഫോർ എക്സാമ്പിൾ ഒരു കല്ല്, ഒരു സ്റ്റോൺ, പീസ് ഓഫ് സ്റ്റോൺ, ഈ സ്പ്രിംഗ് ബാലൻസിൽ സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ടിട്ട് അതിന്റെ വെയിറ്റ് നോക്കുന്നു. അങ്ങനെ ആ വെയിറ്റ് നമ്മൾ നോക്കി, അതിന്റെ ഒറിജിനൽ വെയിറ്റ് ആണ് നമ്മളിപ്പോ കണ്ടത്, ശരിയായ ഭാരം, ഒറിജിനൽ വെയിറ്റ്. അത് 25 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. 25 ന്യൂട്ടൺ, ഇതാണ് അതിന്റെ ഒറിജിനൽ വെയിറ്റ്. ഓക്കെ, ഈ കല്ലിനെ ഈ സ്പ്രിംഗ് ത്രാസോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഈ കല്ലിന് എന്തുണ്ടാവും? ഭാരക്കുറവ് അനുഭവപ്പെടും അല്ലെ? അപ്പൊ നമ്മൾ ആ സമയത്ത് സ്പ്രിംഗ് ത്രാസിൽ കാണിക്കുന്ന ഭാരം പരിശോധിച്ചു. അത് വെയിറ്റ് ഇൻ വാട്ടർ. ഓക്കെ, ആദ്യത്തെ ഒറിജിനൽ വെയിറ്റ് എവിടെയാണ്? ഒറിജിനൽ വെയിറ്റ് എന്ന് പറയുന്നത് വായുവിലാണ് അല്ലെ, എയറിൽ. വായുവിലെ വെയിറ്റ് ആണ് ശരിയായ ഭാരം, അത് 25 ന്യൂട്ടൺ ആണ്. വെയിറ്റ് ഇൻ വാട്ടർ, വെള്ളത്തിൽ മുക്കി നോക്കുമ്പോൾ അതിന്റെ ഭാരം എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ്. എത്രയാണ്? 10 ന്യൂട്ടൺ. ഓക്കെ, ഈ 25 ന്യൂട്ടൺ ഉണ്ടായിരുന്ന ശരിയായ ഭാരം വെള്ളത്തിൽ മുങ്ങിയപ്പോ കാലിന് എത്രയുള്ളൂ? 10 ന്യൂട്ടൺ. അപ്പൊ അതിൽ നിന്നും എത്ര ഭാരനഷ്ടമുണ്ടായി അഥവാ വെയിറ്റ് ലോസ് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 25 മൈനസ് 10 എത്രയാണ്? 15 ന്യൂട്ടൺ ആണ് ഇവിടെ വസ്തുവിന് ഭാരനഷ്ടം ഉണ്ടായത്. വെയിറ്റ് ലോസ് അഥവാ ഭാരനഷ്ടം ഉണ്ടായത് എത്രയാണ്? 15 ന്യൂട്ടൺ ആണ്. ഈ ഭാരനഷ്ടമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഈ ഭാരനഷ്ടത്തിന് കാരണം ആരായിരുന്നു?
പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി ആണ്. അപ്പൊ ഇവിടുത്തെ പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി എന്ന് പറയുന്നത് എത്രയാണ്? 15 ന്യൂട്ടൺ. എത്രയാണ്? 15 ന്യൂട്ടൺ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം മനസ്സിലാക്കാൻ സാധിക്കും. Is it clear? ഇതുവരെയുള്ള ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇന്ന് ഒരു ടോപ്പിക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്താണത്? പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി. എന്താണ് പ്ലവക്ഷമ ബലം അഥവാ ബോയൻസി? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അതിന്റെ മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്, അല്ലേ? When a body immersed completely or partially in a fluid exerts an upward force on the object. This force is called buoyancy. Is it clear? So buoyancy നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു വസ്തുവിന്റെ വായുവിലുള്ള ഭാരം, ശരിയായ ഭാരം, weight in air, അതിന്റെ ദ്രവത്തിൽ മുങ്ങി നിൽക്കുമ്പോഴുള്ള ഭാരം കണക്കാക്കാം. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം. അല്പം ഭാരനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ഭാരനഷ്ടം, വെയിറ്റ് ലോസ് കണക്കാക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ചെയ്തത് 25 - 10, 25 - 10 എത്രയാണ്? 15 എന്ന് കിട്ടി. 15 ന്യൂട്ടൺ. അതാണ് ഇവിടുത്തെ ബോയൻസി. സോ ഒരു വസ്തുവിന് ഒരു ദ്രവത്തിലുണ്ടാകുന്ന ഭാരനഷ്ടമാണ് അവിടുത്തെ പ്ലവക്ഷമ ബലം എന്ന് മനസ്സിലാക്കാം. Is it clear? Okay. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇത് എന്താണെന്ന് നമ്മൾ മറ്റൊരു ചാപ്റ്റർ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.